പഹൽഗ്രാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൈബ കമാൻഡറെ വധിച്ചതായി റിപ്പോർട്ട്. അൽതാഫുൽ അലി എന്ന ഭീകരൻ കൊല്ലപ്പെട്ടു. ആക്രമണം നടത്തിയ പ്രദേശവാസികളായ 2 ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിരത്തിയെന്നും റിപ്പോർട്ട്. പ്രാദേശിക ഭരണകൂടമാണ് വീടുകൾ ഇടിച്ചു നിരത്തിയത്. അതേസമയം പാകിസ്ഥാനിൽ ലഷ്കർ ഇ ത്വയ്ബ എന്നൊരു സംഘടന ഇല്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാസ ആസിഫ്. പഹൽഗാമിൽ സാധാരണക്കാർക്ക് നേരെ നിറയൊഴിച്ച ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധർ. മുൻ ISRO ചെയർമാൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 1994 മുതൽ 2003 വരെ 9 വർഷം ഇസ്രോയുടെ മേധാവിയായിരുന്നു. പിന്നീട് 2003 മുതൽ 2009 വരെ രാജ്യസഭാ MP ആയി. പത്മവിഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച ശാസ്ത്രജ്ഞൻ. ഇൻസാറ്റ്, PSLV, GSLV സാറ്റലൈറ്റുകളുടെ വികസനം ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന നടിമാരുടെ പരാതിയിൽ സന്തോഷ് വർക്കി അറസ്റ്റിൽ. കൊച്ചി നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ്. നടി ഉഷ, ഹസീന, ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത്. സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് കാട്ടിയായിരുന്നു പരാതി. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 6 പേരുടെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ കഴിയുന്ന 6 പ്രതികളാണ് ഹൈക്കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചത്. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു. കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾ നിലവിൽ വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിലാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ വീണ്ടും ബോംബ് ഭീഷണി. കോടതിയുടെ ഇമെയിൽ ID-യിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഇത് 2ാം തവണയാണ് കോടതിക്ക് ബോംബ് ഭീഷണി ലഭിക്കുന്നത്. ഡോഗ് സ്ക്വാഡും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. 2 മാസത്തിനിടെ 5 തവണയാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ബോംബ് ഭീഷണി ഉണ്ടായത്. മാസപ്പടി കേസിൽ പ്രതികരണവുമായി മാത്യു കുഴൽനാടൻ MLA. മാസപ്പടി കേസിൽ തെളിവുകൾ അടക്കം പുറത്തു വന്നിട്ടും നിലപാടിൽ മാറ്റം വരുത്താതെ പിണറായി വിജയനെയും മകളെയും CPIM ന്യായീകരിക്കുകയാണ്. 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാട് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനെ വിശേഷിപ്പിക്കുന്നതെന്നും മാത്യു കുഴൽനാടന്റെ കുറ്റപ്പെടുത്തൽ. തായ്ലൻഡിൽ ഹുവാഹിൻ വിമാനത്താവളത്തിന് സമീപം ചെറുവിമാനം കടലിൽ തകർന്നു വീണ് 6 പേർ മരിച്ചു. പ്രാദേശിക സമയം രാവിലെ 8 മണിയോടെയാണ് അപകടം. പരീക്ഷണ പറക്കലിലായിരുന്നു. DHC-6-400 ട്വിൻ ഓട്ടർ പോലീസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം 2ആയി തകർന്ന് കടലിൽ വീഴുകയായിരുന്നു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. ആഫ്രിക്കൻ രാജ്യമായ ബെയ്നിലിൽ നടന്ന ഭീകരാക്രമണത്തിൽ 54 സൈനികർ കൊല്ലപ്പെട്ടതായി സർക്കാർ. നൈജറും ബുർക്കീന ഫസോയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് സൈനികർക്ക് നേരെ ആക്രമണമുണ്ടായത്. സർക്കാർ പുറത്തുവിട്ട പ്രകാരം 8 സൈനികർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു വിവരം. തങ്ങൾ 70 സൈനികരെ വധിച്ചു എന്നായിരുന്നു ഭീകരരുടെ അവകാശവാദം.